അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ എന്ന് പറഞ്ഞിട്ട് നൗഷാദ് വന്നു. ഇത് വന്നപ്പോൾ ഈ രൂപത്തിലൂടെയുള്ള പ്രസംഗം വന്നപ്പോൾ നാടന്മാരായ ചെറുപ്പക്കാരായ യുവാക്കൾ ശക്തമായിക്കൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും നൗഷാദ് ഒന്ന് പറയട്ടെ, അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം ഇവിടെ? ഇല്ല, ഒരു പ്രശ്നമില്ല. മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പ്രശ്നമില്ല. പേടിച്ചിട്ടെന്തിനാച്ച്? ഈ മാണ്ടെങ്കിലല്ലേ പേടിച്ചേണ്ടതുള്ളൂ. ഈ മാളുകൾക്കല്ലേ പേടിക്കേണ്ടതുള്ളൂ. അല്ലാത്തവർക്ക് എന്ത് പേടി? ചാത്തപ്പൻ എന്ത് മാഷറ? ഈ മാളുകൾക്കല്ലേ അത് പേടിക്കേണ്ടതുള്ളൂ. ഏതായാലും ഒരു നാടൻ യുവാവ് അതിനെ പറ്റിയിട്ട് പ്രതികരിക്കുന്നുണ്ട്. അതൊന്ന് നോക്കാം നമുക്ക്. ഒരു പ്രശ്നമില്ല. ആരപ്പം പറയണത്? ഒരു ഉസ്താദാണ് പറയണത്. സി എം മടവൂര് ആ മടവൂരിനെ പടച്ചോനാക്കാനോ ഒരു മടിയില്ല എന്ന്. അല്ല മുന്നേറെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ ആവേശം മൂത്തിട്ടാ നിങ്ങൾ ഈ വിളിച്ചിവിടെ പറയണത്? ഇന്നേ വരെയായിട്ട് ഏതെങ്കിലും ഉസ്താദന്മാര് ഇതേമാതിരി വർത്താനം പറയണത് നിങ്ങൾ ആരെങ്കിലും ഇവിടെ കേട്ടിട്ടുണ്ടാ? നിങ്ങൾ തന്നെ ഒന്നും ഇവിടെ പറയും. ഇനിയിപ്പോ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ച് കണ്ട് ഒരു വീഡിയോ ഇവിടെ ചെയ്താൽ അപ്പം ഇങ്ങോട്ട് പേരും കുറച്ച് ആൾക്കാര് ഇവിടെ അത് ഉസ്താദുമാരാണ്, അങ്ങനെ പറയാൻ പാടില്ല, എങ്ങനെ പറയാൻ പാടില്ല, മറ്റേത് മറിച്ചത് എന്നൊക്കെ ഇവിടെ പറയാൻ കണ്ട് ഇമാരി വർത്താനത്തിനൊക്കെ പ്രതികരിക്കാതെ പറയാം. എന്താ പിന്നെ ഇവിടെ ചെയ്യാം? ദൈവത്തിനോട് വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ട്. പടച്ചോൻ ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അള്ളാഹുവിനോട് വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ട്. പല തരത്തിലുള്ള മനുഷ്യരും ഇവിടെ ഉണ്ട്. അതിന്റെ അടുക്കാണ് തലയിൽ വലിയ തലയെക്കൊട്ടും കെട്ടി ഒരു പ്രസംഗ പീഠത്തിൽ കയറിക്കാണ്ട് ഈ ഒരു മുലേരി ഇവിടെ നിങ്ങളുടെ ഇവിടെ പറയണേ മടവൂരിനെ പടച്ചോനാക്കാനും ഒരു മടിയും ഇല്ലാന്നേ. എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് ആക്കിക്കോളി, നിങ്ങളെ പടച്ചോനെ മടവൂരനെ എന്തിയെ? അപ്പൊ ചോദിക്കും മടവൂരിന്റെ പടച്ചോനെ ആരാന്നുള്ളത്. അത് മടവൂരിനോട് ചോദിച്ചോക്കേണ്ടി വരും ഇല്ലേ? അതല്ല കാര്യങ്ങൾ ഇവിടെ പറയലേ. ഇതാണ് പറയണത്, മുസ്ലിംസിനെ തരം താഴ്ത്തുന്നത് ഇതാ ഇവരെ പോലെയുള്ള മുസ്ലിംസുകൾ തന്നെയാണ്. ഇനിയിപ്പോ ഇത് പറഞ്ഞതിന്റെ പേരിൽ എല്ലാം കൂടി എന്റെ നെഞ്ചത്ത് കയറി വരാൻ നിൽക്കണ്ട. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. യെസ് മോനെ, ബിഗ് സല്യൂട്ട് നിനക്ക്. കാരണം ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന പരിപാടിയല്ല. ഇത് മുസ്ലിമീങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് തലീക്കെട്ടും വെച്ച് താടിയും വെച്ച് പിന്നെ കുപ്പായം തുണിയൊക്കെ ഇട്ടിട്ട് വാലൊക്കെ അങ്ങനെ വെച്ച് തലി കെട്ടിയാണ്ട് സ്റ്റേജിന്മേ കയറിയിട്ട് പറയാണ് ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. ഈ മൂല്യരായ ഈ രൂപത്തിൽ ഇവൻ പറയാണ് ഇബിലീസാണല്ലത്. ഇബിലീസിന്റെ ഈ മൂല്യര രൂപത്തിൽ ഇബിലീസ് വന്നിട്ടാണ് ഈ പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാലൊരു പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ രൂപം നമ്മളെന്താണ്, ഒരു മൂല്യര രൂപമാണ്. ഇവൻ ഈ സ്റ്റേജിൽ വന്നുകൊണ്ട് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നാടന്മാരായ കുട്ടികൾ ഇവർ വരെ പ്രതികരിക്കൽ തുടങ്ങി. പല ആളുകളും ഇതിപ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചുതരാം. കുറേ കണ്ടു, ഒരുപാട് കണ്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ, അതേമാതിരി കുഞ്ഞാമീൻ്റെ, അതേമാതിരി നൗഷാദിൻ്റെ, അതേമാതിരി പമ്പേഴ്സിൻ്റെ സ്റ്റേജിലിരുന്ന് കൊണ്ട് കുലുങ്ങി ചിരിച്ചുകൊണ്ടിരിക്കുന്ന തന്തമാരായ മൂല്യന്മാരെ, കുറേ തന്ത മൂല്യന്മാരയിൽ കാണുന്നുണ്ട്, കുറേ നാടന്മാരായ ആൾക്കാരെയും കാണുന്നുണ്ട്. ഈമാ നഷ്ടപ്പെടുന്നതിൻ്റെ മുന്നേ രക്ഷപ്പെട്ടോളി. ഇജാതി സംസാരങ്ങളും നിങ്ങളെ വലിയ ആഴത്തിലേക്കും വലിയ കുഴിയിലേക്കുമാണ് ഈ കുരുവട്ടൂരികളായ ശൈത്താൻ ത്വരീക്കത്തുകാരും നിങ്ങളെ ചാടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോളി. നാടന്മാരായ ചെറുപ്പക്കാർ വരെ പ്രതികരിക്കൽ തുടങ്ങി. സ്ത്രീകൾ വരെ പ്രതികരിച്ചതുണ്ട്. അമുസ്ലിമീങ്ങളായ സ്ത്രീകൾ വരെ പ്രതികരിച്ചതുണ്ട്. ഈ ചങ്ങായി എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചിട്ട്. ഏതായാലും ഒരു സുഹൃത്തിൻ്റെ കൂടി കേട്ടോക്കി. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം ഇവിടെ? ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയും ഇല്ലടോ എന്ന് പറയുമ്പോൾ അവിടെ തെക്ബീർ ചെല്ല, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തെക്ബീർ ചെല്ല. ഏതേക്കും ഈ സാധനങ്ങളൊക്കെ, ഇവരൊക്കെ എന്ത് കുടിച്ചിട്ടാണ് എന്ത് വലിച്ചിട്ടാണ് ഈ പരിപാടിക്ക് വരുന്നത് എന്നാവും. അല്ല, തമാശ വരില്ല. ചിന്തിച്ചു നോക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയും ഇല്ലടോ. അതിനെന്താ പ്രശ്നം ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ തെക്ബീർ ചൊല്ല. അവിടെ പോയിരിക്കുന്നത് ബ്രാഹ്മണരല്ല, അതല്ലെങ്കിൽ പിന്നെ ഗണേശനും അതുപോലെ തന്നെ മറ്റൊരു ജാതിക്കാരല്ല. അവിടെ പോയിരിക്കുന്ന അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി പോലത്തെ സ്വഹാബത്തിൻ്റെ പേര് കൊണ്ട് പേരണിഞ്ഞ ചെറുപ്പക്കാരാണ്. എന്നിട്ട് അവരാണ് ഈ തെക്ബീർ ചൊല്ലുന്നത്. മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയും ഇല്ലടോ എന്ന് പറയുമ്പോൾ തെക്ബീർ ചൊല്ലാണ്. എന്താ കൂട്ടരെ ലോകം പോയ പോക്ക്. ഇനി മടവൂരിനെ പടച്ചോനാക്കി. ഇനി മടവൂരിൻ്റെ പടച്ചോനാരാണാവോ? മറ്റേ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ
ഇതാ ഒരു പിന്നെ ചെറുപ്പക്കാരനും കൂടി പ്രതികരിക്കുന്നത് കണ്ടോളി. ഇൽമ പറഞ്ഞു തന്ന ഗുരുനാഥന്മാരുടെ ഗുരുത്തക്കേട് തട്ടിക്കഴിഞ്ഞാൽ, അവരുടെ അദബുകേട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെയായിത്തീരും, എങ്ങനെ അധപ്പതിച്ചു പോകും എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ജീവിച്ചിരിക്കുന്ന നൗഷാദ് എന്ന് പറയുന്ന ഈ ചങ്ങാതി. ഇവൻ പറഞ്ഞു വെക്കുന്ന വാദങ്ങൾ കേട്ടില്ലേ? മടവൂർ എന്ന് പറയുന്ന ഒരു വലിയനെ പടച്ചോനാക്കിയാൽ എന്താ കുഴപ്പമെന്ന ജാഹിലിയത്തിൻ്റെ വാദമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദമാണ് ഇവൻ പറയുന്നത്. അതിന് പിന്നിൽ നിന്ന് തക്ബീർ വിളിക്കാൻ കുറേ മരയൂളകൾ നമ്മുടെ ഇസ്ലാമിക വേഷവിധാനം ധരിച്ച് അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ഒരു വിരോധാഭാസം തോന്നിപ്പോവുകയാണ്. അല്ലാഹു തആല ഇവൻ്റെ ഷെറിൽ നിന്ന് ഈ സമുദായത്തെയും നമ്മയും നമ്മളിൽ നിന്ന് വരുന്ന നമ്മുടെ കുട്ടികളെയും ഒക്കെ കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഇവൻ്റെ പ്രസംഗങ്ങൾ പരമാവധി കേൾക്കാതിരിക്കൽ തന്നെയാണ് ഖൈറെന്നാണ്. തീർച്ചയായിട്ടും ഇതുപോലത്തെ അലവലാതി പ്രസംഗങ്ങൾ കേൾക്കാതിരിക്കൽ തന്നെയാണ് മോനെ ഖൈറ്. കാരണം എന്താണ് ഈ പറയുന്നത്? മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പ്രശ്നമല്ല, പേടിയില്ല. എന്താ കാരണം പറഞ്ഞത് അറിയോ? അതിന് മുന്നേ കാരണം പറഞ്ഞ എന്താ അറിയോ? മൗലാന എന്നുള്ളത് പേരോട് ഉസ്താദിനെ പറഞ്ഞു എന്നുള്ളതാ. മൗലാന എന്നുള്ളത് പേരോട് ഉസ്താദിനെ പറഞ്ഞു. മൗലാന എന്നുള്ളത് പേരോട് ഉസ്താദിനെ പറഞ്ഞത് ഒരു ജമിനിനോട് ചോദിച്ചിട്ട്, ഒരു ചെറുപ്പക്കാരൻ ജമിനിനോട് ചോദിച്ചിട്ട് പറയുന്നുണ്ട്. അതും ഒന്ന് നമുക്ക് ഇതിലൊന്ന് ചേർക്കാം. മൗലാന എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ജമിനി ഒന്ന് പറഞ്ഞോട്ടെ. മൗലാന എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മൗലാന എന്നാൽ ഞങ്ങളുടെ പ്രഭു അല്ലെങ്കിൽ ഞങ്ങളുടെ ഗുരു എന്നാണ് അർത്ഥം. ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് നൽകുന്ന ഒരു ബഹുമാന സൂചകമായ പദമാണിത്. മൗലാന എന്നുള്ളതിന് ലോകരക്ഷിതാവ് എന്നുള്ള അർത്ഥമുണ്ടോ? ഇല്ല, മൗലാന എന്ന വാക്കിന് ലോകരക്ഷിതാവ് എന്ന അർത്ഥമില്ല. ഞങ്ങളുടെ പ്രഭു അല്ലെങ്കിൽ ഞങ്ങളുടെ ഗുരു എന്നാണ് ഇതിന്റെ പ്രധാനമായും അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോ മൗലാന പേരോട് ഉസ്താദ് എന്ന് പറഞ്ഞാല് എന്താണ് അതിന്റെ അർത്ഥം? മൗലാന പേരോട് ഉസ്താദ് എന്നത് പേരോട് ഉസ്താദ് എന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്ക് നൽകുന്ന ആദര സൂചകമായ ഒരു അഭിസംബോധനയാണ്. അതല്ലാതെ ലോകരക്ഷിതാവ് എന്നുള്ള അർത്ഥം ഉണ്ടോ ഇതിന്? ഇല്ല, ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. മൗലാന എന്ന വാക്കിന് ലോകരക്ഷിതാവ് എന്ന അർത്ഥമില്ല. അത് ഞങ്ങളുടെ പ്രഭു അല്ലെങ്കിൽ ഞങ്ങളുടെ ഗുരു എന്ന അർത്ഥത്തിലാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ നിങ്ങള്? മൗലാന എന്നുള്ളതിന് ജമിനി പറഞ്ഞ മറുപടി കേട്ടില്ലേ? ഇത് ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയാണ്. അപ്പൊ മൗലാന എന്ന് പേരോട് ഉസ്താദിന് പറയാൻ പറ്റുമെന്ന് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പടച്ചോനാടോ മടവൂര് എന്ന് പറഞ്ഞത് നൗഷാദ്. കേട്ടില്ല ഞങ്ങള്? ഇനി നൗഷാദ് ഈ പള്ളിയിൽ കയറ്റണമെങ്കിൽ ഓനെ പിന്നെ അയച്ച് ഷഹാദത്തിൽ മേലിട്ട് വേണം പള്ളിയിൽ കയറാൻ. എന്ത് കാര്യത്തിനാണെങ്കിൽ ഇനിയിപ്പോൾ പെട്ടെന്ന് മരിച്ചാൽ മറവിയാണെങ്കിൽ പള്ളിക്കാട്ട് കൊണ്ടുവരാൻ പറ്റുമോ? അതിനല്ലെങ്കിൽ എവിടെ കൊണ്ടുപോയി മറിച്ചാൽ, കാരണം മഹല്ലൊന്നും ഇല്ലല്ലോ, എവിടെ പോയിട്ട് പാർക്കല്ലേ. ഏത് മഹലിലും അംഗീകരിച്ചിരിക്കണം, ഒരു മഹലിലും അംഗീകരിച്ചിട്ടില്ലല്ലോ. ഏതായാലും വല്ലാത്തൊരു കാലം. നാടന്മാർ മറുപടി അറിയുന്ന കാലം. അത് പറയുന്നുണ്ട്. അത് ഇവൻ്റെ ഷെയ്ഖ് കോമാട്ടുചാലിൽ അതും അറിയുന്നുണ്ട്. സംഭവം ശരിയല്ല, നാടന്മാരെന്നെ മറുപടി അറിയുന്നുണ്ട്. മുഖവും നിങ്ങൾ ഏതാ ജാതിയെന്നും നമ്മൾ വയലൊന്നും പറയേണ്ടി വരൂല, ഐശ്വര്യ വിശദീകരിക്കേണ്ടി ഒന്നും വരൂല, നാട്ടുകാർക്ക് മനസ്സിലാവൂത്. അതോ നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്, ജനങ്ങൾക്ക് നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പച്ചക്ക് ജനങ്ങൾക്ക് തിരിയാൻ പോകല്ലേ? നിങ്ങൾ വിചാരിക്കണതാ തൊള്ളേ കൂടി വരിക? നിങ്ങൾ വിചാരിക്കണോ തൊള്ളി കൂടി വരുമോ? നിങ്ങളെ തൊള്ളി കൂടി വരണമെങ്കിൽ ഞങ്ങളാണ് വിചാരിക്കണം എന്നാ പറഞ്ഞത്. എന്താ അവന്റെ വർത്താനം എന്നറിയോ? നിങ്ങളെ ഉള്ളിലുള്ളത് ഈ പുറത്തേക്ക് വരിക, അല്ലാണ്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഇന്നെ വയതറിയണമെന്ന് പോയിട്ട് വയതറിയാനൊന്നും കഴിയൂല. നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയന്നെയും. എന്നാ പിന്നെ എന്തിനാ മോയന്തേ നൗഷാദ് ഇങ്ങനെ ഇപ്പൊ മറുപടി പറഞ്ഞുകൊണ്ട് നടക്കണ്? നൗഷാദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണേ? കാരണം ഇജ്ജ് തീരുമാനിച്ചതല്ലേ ഞങ്ങൾ പറയണത്, ഇജ്ജന്റെ മനസ്സിൽ കരുതിയതല്ലേ ഞങ്ങൾ പറയണത്. പിന്നെ എന്തിനാ പേടിച്ചത്? ഇജ്ജ് കരുതിയത് ഞങ്ങൾ ഇങ്ങനെ പറയാണല്ലോ. ഇജ്ജിപ്പോ മനസ്സിൽ കരുതിയത് ഞങ്ങൾ ആൾക്കാർ ഇങ്ങനെ പറയാണ്. അപ്പൊ അതുകൊണ്ട് ഇഞ്ചി എന്തിനാ പേടിച്ചത്? പിന്നെ എന്തിനാ നൗഷാദിനെ കൊണ്ട് പറയിച്ചു? എൻ്റെ കോളാമ്പിയായ നൗഷാദിനോട് പറയണ, അത് ഞാൻ മനസ്സിൽ കരുതിയതാടാ ഓര് പറയണെന്നുള്ളത്. അത് പറഞ്ഞു കൊടുക്കണ്ടേ നൗഷാദിനോട്? നൗഷാദെ മുണ്ടണ്ടഞ്ഞി, കാരണം ഞാൻ മനസ്സിൽ കരുതിയതാണ് ഓര് പറയണതെന്നൊന്ന് പറഞ്ഞു കൊടുത്തൂടെ എനിക്ക്? ഇജ്ജോനെ കാണലില്ലേ? ഇജ്ജിപ്പോഴും ഗ്ലോബൽ വില്ലേജിലാണോ? നാട്ടിലില്ലേ? അല്ലാണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇനി പരിപാടിയൊന്നുമില്ല.
എന്നാ എനക്ക് കേൾക്കണോ? എൻ്റെ ആൾക്കാർ പരിപാടി നടത്തുന്ന നൗഷാദും പമ്പേഴ്സും കുഞ്ഞേമും നടത്തുന്ന പരിപാടികൾ മുഴുവനും ഞങ്ങൾ വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും പറയുന്നതിനൊക്കെ മാത്രമാണ്, അല്ലാതെ സ്റ്റേജ് പ്രസംഗത്തിനല്ല. സ്റ്റേജ് പ്രസംഗം ഞങ്ങൾ നടത്തുന്നില്ല ഞങ്ങൾക്കെതിരെ. കാരണം എന്തിനാ നടത്തേണ്ട ആവശ്യം? എന്താ അതുകൊണ്ട് കാര്യം? ഒരു കൊട്ട പിന്നെ റൗസ് തിന്നണോന് ഒരു ഉറാത്തിട്ട എന്താ ഓനൊന്നും ഉണ്ടാവില്ല എന്നതുപോലെയാണ് നിങ്ങൾ. അതുകൊണ്ട് എന്തിനാ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യം? എന്നിട്ട് പിന്നെ ഓൻ പറയാം ഞങ്ങൾ പറയുന്ന ഞങ്ങൾ കരുതിയത് നിങ്ങൾ പറയുള്ളൂ. എന്നിട്ട് പിന്നെ ഓൻ പറഞ്ഞുകൊണ്ട് നടക്കാം, മറുപടിയും പറഞ്ഞുകൊണ്ട് നടക്കാം. പോട്ടന്മാര് നിങ്ങളിങ്ങനെ ഓരോ എന്തൊക്കെ വിചാരിച്ചായി പോയി ഉള്ളാളത്തേക്ക് എന്നിട്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു പോന്നേ. ഉള്ളാളത്ത് മഹാനായ സയ്യിദ് മദനി തങ്ങളെ മക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ മുമ്പെന്ന ഇവൻ വെല്ലുവിളിക്കണ ഔലിയാക്കന്മാരെ ഉളുപ്പുണ്ടോ? ഉള്ളാളം മക്കാമിന്റെ മുന്നിൽ നിന്നിട്ടാണ് ഇവൻ വെല്ലുവിളിക്കുന്നത് ഔലിയാക്കന്മാരെ എന്ന് പറയുന്ന ആരാരോ? സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളെയാണ്. എന്നാ കോമാട്ടുചാലിൽ അദ്വോ അന്നെ വെല്ലുവിളിക്കുകയാണ് കാന്തപുരം ഉസ്താദ്. അങ്ങനെ ഔലിയാക്കന്മാരെ വെല്ലുവിളിച്ചതായിട്ട് നീ തെളിയിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? കാന്തപുരം ഉസ്താദ് അവറുകൾ ഔലിയാക്കന്മാരെ വെല്ലുവിളിച്ചതായിട്ട് നിനക്ക് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? അദ്വോ ധൈര്യമുണ്ടോ? എൻ്റെ തൊള്ള പോരാ, എൻ്റെ തൊള്ള പോരാ. അല്ലെങ്കിൽ കുഞ്ഞാമീൻ്റെ പമ്പേഴ്സിൻ്റെ നൗഷാദിൻ്റെ തൊള്ള പോരാ. ധൈര്യമുണ്ടോ തെളിയിക്കാൻ? ഇങ്ങനത്തെ വാക്കുകൾ മഹാന്മാരെ ഹദറത്ത് പോയിട്ട് പറയല. ഇതേതോ ചെറിയ മൊയിലാക്കുട്ടിയോ മുത്താലിമാണോ വിളിച്ചു പറയണത്? തന്തായില്ലേ ഉറക്കം വിളിച്ചു പറയല്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ദർബാറിന്റെ മുറ്റത്ത് പോയിട്ട് ഇവൻ കള്ളനാണെന്ന് ബോധ്യപ്പെടലോടുകൂടെ ഇവനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ ദേഷ്യം ഇവന് തീർന്നില്ലേ. കാരണം ഇവൻ ആദ്യം പണി വിസ കച്ചവടമായിരുന്നു. ഈ വിസ കച്ചവടത്തിൽ ഇങ്ങോട്ട് പൊട്ടിയപ്പോൾ നേരെ കാസർഗോഡ് നിന്നാണ് ഈ വിസ കച്ചവടത്തിൽ പൊട്ടിയത്. അവിടുന്ന് പൊട്ടിയപ്പോൾ നേരെ എന്ത് ചെയ്തു? കർണാടകയ്ക്ക് ഏതോ ഒരു കാട്ടിക്ക് കയറി. കാട് പിന്നെ പമ്പേഴ്സ് പറയുന്നുണ്ട്, ചോർമല്ല. അങ്ങനെ പിന്നെ 8-10 കൊല്ലം കഴിഞ്ഞിട്ട് അവിടുന്ന് വന്നപ്പോൾ താടി മുടിയൊക്കെ പാടം കണ്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ ഔലിയായി. അങ്ങനെ ഔലിയായ ആളാണ് ഈ ചങ്ങായി. വന്ന ആളാണ് ഈ ചങ്ങായി. അതിനെ നമ്മളെ ആൾക്കാർ സംഘടനക്കാരെന്ത് ചെയ്തു? ഏറ്റെടുക്കും ചെയ്തു. അങ്ങനെയാണ് ഈ മൂല്യന്മാരാണല്ലോ എല്ലാത്തിനും പോയി കൊടുക്കുക. മൂല്യന്മാരും പെണ്ണുങ്ങളും ഏറ്റവും കൂടുതൽ നെറ്റ് ഉപയോഗിക്കുന്ന ആരാണ്? മൂല്യന്മാരാണ്. ഏറ്റവും കൂടുതൽ നെറ്റ് ഉപയോഗിക്കുന്ന ആരാ? സ്ത്രീകളാണ്. പെണ്ണുങ്ങളും മൂല്യന്മാരും അവരെന്നെയാണ്. എല്ലാത്തിനും പോയി ചാടൂല. ഈ കാട്ടുകള്ളന്മാരായിട്ട് ആരെങ്കിലും ഒരു പച്ചഷാളും പച്ച ഉള്ളി പിന്നെ അങ്ങോട്ട് ഇട്ട് ഭൂഭൂന്നാണ് വരലോടും കൂടെ പിന്നെ ഓല ഒലിയാക്കി, പിന്നെ ഓല പിന്നിലാക്കി. എന്നിട്ട് ആ മൂല്യരെന്ത് ചെയ്യുക? അയാളെ ഒന്നും പറയണ്ടോ, പറയണ്ട, ഔലിയാണ്, ഷെയ്ഖാണ്, കുത്തുബാണ്, ആലമാണ്, അല്ലാമയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടെടുക്കുക. ഇത് മൂല്യന്മാരെ കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ട് ആ ആൾക്കാരുടെ ഇടയിൽ പ്രചരിപ്പിക്കുക. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ അതിൻ്റെ ബാക്കിൽ സൈക്കിൾ എടുത്ത് കണ്ട് ഓടുക. ഓരോ ഭർത്താക്കന്മാർ ഗൾഫിൽ പണിയെടുക്കുക. പൈസ അയക്കണത് മുഴുവനും ഈ വൈക്കാണ് ചിലവഴിക്കുക. ഈ ഇങ്ങനെ ഒരു ഇടങ്ങേറിഞ്ഞ് ദുനിയാവിൽ വരാൻ ബാക്കിയുണ്ടോ? ഓൻ്റെ പ്രിയപ്പെട്ട മൂല്യന്മാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. ഇങ്ങനത്തെ വണ്ടിയും വലിയൊന്നും വരുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കല്ലേ. നിങ്ങളെ ഉസ്താദുമാർ, നിങ്ങൾ പഠിപ്പിച്ച 8-10 കൊല്ലം പഠിപ്പിച്ച ഉസ്താദുമാരായിട്ട് ബന്ധപ്പെടി. അതല്ലാതെ നിങ്ങൾ ഇജാതി കാട്ടുകള്ളന്മാരപ്പം കൂടില്ലേ ദയവ് വിചാരിച്ചിട്ട്.